ന്യൂ ഡേ ടി വിയുടെ ക്രിയേറ്റീവ് മൈൻഡ്സ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആൻസ്റ്റൺ. അദ്ദേഹം ഒരു ബുക്ക് റൈറ്ററാണ്. ആൻസ്റ്റന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോവൽ സഫാറ ദ സോൾ ഹണ്ടർ. അപ്പൊ അത് എങ്ങനെ എഴുതി, ആ പുസ്തകത്തിന്റെ സ്റ്റോറിയുടെ കണ്ടന്റ് എന്തായിരുന്നു, അതിനുശേഷം ഇപ്പൊ അത് വീഡിയോയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആൻസ്റ്റണിൽ നിന്ന് ചോദിച്ചറിയാം. ആൻസ്റ്റൺ, ഇപ്പോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഈ പുസ്തകത്തിന്റെ? ഇപ്പോഴത്തെ ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ ട്രെയിലർ ടീസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിന്റെ തീം സോങ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അന്നേരം ഒരു കത്തനാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ടാണ് ഇതിൻ്റെ അകത്ത്. ബാക്കി കണ്ടോക്കെ അറിയാം. അപ്പൊ നമുക്ക് ആ ഒരു ട്രെയിലർ ഒന്ന് കാണാനായിട്ട് പറ്റുമോ? കണ്ട് ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? ചെയ്തോട്ടെ, നെക്സ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് സഫാറ ദ സോൾ ഹണ്ടറിന്റെ ട്രെയിലർ ടീസർ കണ്ടതിന് ശേഷം ആൻസ്റ്റനുമായിട്ടുള്ള സംഭാഷണം തുടരാം. ഇത് വന്ദനയുടെ മകള് ശരിയല്ലേ? അത് ശരിയാണ്. ഈ കുട്ടി നമ്മുടെ ലോകത്ത് ജനിക്കാൻ പാടില്ലേ? അവളെ മറ്റൊരു ലോകത്തുനിന്ന് പുറത്താക്കിയത് അവളെ മാത്രമല്ല, അങ്ങും അടുത്ത് മറ്റൊരാൾ കൂടിയുണ്ട്. ആളല്ല, മറിച്ച് ഒരു മനുഷ്യരെ സ്വീകരിച്ചതാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എന്തോ സംഭവിക്കണം. എന്താണ് ഇത് എഴുതാനായിട്ടുള്ള ഒരു പ്രചോദനം? ഞാനിത് ആക്ച്വലി 2015 എഴുതി തുടങ്ങിയതാണ്. എനിക്ക് ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ എന്നീ സംഭവങ്ങൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് റിയൽ ലൈഫ് മിക്സ് ഉണ്ട്. ആദ്യം റിയൽ ലൈഫ് മിക്സ് എന്ന് പറഞ്ഞത് ഹൈസ്കൂളിൽ കോളേജിൽ വെച്ചിട്ട് ഒരു റൊമാൻറ്റിക് ലൈഫ് ഉണ്ടായിരുന്നു എനിക്ക്. അത് കംപ്ലീറ്റ് ആയില്ല. അതെനിക്ക് ബ്രേക്കപ്പ് വന്നു. അന്നേരം അത് ഒരു നോവലൈസ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് സയൻസ് ഫിക്ഷൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ആക്കാൻ തോന്നി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഈ റൊമാൻസ് ലൈഫ് കോളേജിൽ അല്ലെ സ്കൂൾ കാലഘട്ടത്തിലുള്ള പ്ലസ് അതിൻ്റെ അകത്തൊരു ഇമാജിനേഷനും ഫിക്ഷനും ഒക്കെ വന്നു കഴിയുമ്പം അത് കുറെ കൂടി കളർഫുൾ ആയിട്ട് വരും. അപ്പൊ ഇതിപ്പോ കുറച്ചുകൂടി സയൻസ് ഫിക്ഷൻ ഉണ്ട്, AI ഉണ്ടോ, അതെയോ ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലേ കുറച്ചുകൂടി? ഇത് സ്റ്റോറി നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെന്ന് പറയുമ്പോൾ ഫിക്ഷണലൈസ് ആക്കിയിരിക്കുന്നതാണ്. കറക്റ്റായിട്ട് കേരളത്തിന്റെ സെറ്റിംഗ് വെച്ചേക്കുന്നു. പിന്നെ കുറച്ച് മലയാളത്തിൽ പോലെയുള്ള കുറച്ച് സ്ഥലങ്ങൾ. എന്നിട്ട് അതിൽ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ 2050 ഇയറിൽ നടക്കുന്നതാണ്. എന്നിട്ട് തന്നെ ഫ്ലാഷ് ബാക്കിൽ തോന്നുന്നു അവിടെ എന്തോ ഒരു കാര്യം, കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് റൊമാൻസ് വന്നിട്ട് പതുക്കെ അതിൻ്റെ അകത്ത് കുറെ വാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വാർ ആൻഡ് ലവ് ഫോർമാറ്റ് ആണോ? എന്താണ് ഇതിന്റെ റൂട്ട് ആയിട്ടുള്ള ഒരു കഥയുടെ ഒരു ത്രെഡ് എന്താണ്? ഒരു ഫ്ലാഷ് ബാക്ക് ആണത്. ഫ്ലാഷ് ബാക്ക് അവിടെ നടത്തുന്ന സംഭവം അതെങ്ങനെ ഈ പ്രസന്റ് ലൈഫ് അങ്ങോട്ടേക്ക് ആയി എന്നാണ് അത് പറയുന്നത്. പ്രസന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ 2050 ആണ് പ്രസന്റ് ലൈഫ് ആക്കി എടുത്തേക്കുന്നത്. അപ്പൊ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ 2018 ആണ്. 2018 കേരളത്തിലുള്ള ഫ്രെഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത്. ബിക്കോസ് അത് ഞാൻ റൈറ്റ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ സംഭവം. എന്നിട്ട് അതുകൊണ്ട് കണക്ട് ചെയ്യാൻ വിചാരിച്ചു. അന്നേരം റിയൽ ലൈഫ് അതെ ഉണ്ടെങ്കിലാണ് കേരളത്തിലുള്ളവർക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് വരുള്ളൂ എന്ന് തോന്നി. നല്ലതാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു അധികം ഇങ്ങനെ ടൈം ട്രാവൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുള്ള കഥകൾ വളരെ കുറവാണ്. അപ്പൊ ഇതൊരു മൂവി ആക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ അടുത്തത്? ഫുൾ ഫീച്ചർ മൂവി അല്ല, ഒരു ഷോർട്ട് ഫിലിം പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റിയൽ ആക്ടേഴ്സ് ഒക്കെ അതുകൊണ്ട് പിന്നെ അതിന്റെ ടെക്നിക്കാലിറ്റീസ് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിരുന്നു. സോ അത് ഞാൻ റിയലിസ്റ്റിക് 3D അനിമേഷൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അതിന്റെ ട്രെയിലർ ഞാൻ ഇറക്കിയായിരുന്നു, ഒരു ടീസർ ട്രെയിലർ പോലെ. അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പുസ്തകം എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും? അതേ ഒറ്റയ്ക്കാണോ? ഞാനത് ഫുൾ ഒറ്റയ്ക്കാണ് ചെയ്തത്. പിന്നെ വൈഫിൻ്റെ ക്രിറ്റിക്സ് പറയണ്ടായിരുന്നു, ഫീഡ്ബാക്സ്. അത് വേണമല്ലോ. ആദ്യം ഫാൻസി ആയിരുന്നു. അന്നേരം അന്ന് എഴുതി തുടങ്ങി. അന്നേരം അന്ന് തുടങ്ങിയ ഫീഡ്ബാക്ക് എനിക്ക് തരുന്നുണ്ടായിരുന്നു. പിന്നെയാണ് വൈഫായത്. അന്നേരം പബ്ലിഷ് ചെയ്തത്. വൈഫ് ഇപ്പൊ കാണുമ്പോ വൈഫ് ചോദിക്കൂല, വൈഫിന് അറിയാം അപ്പം എന്തായിരുന്നു ഇതിന്റെ ഒരു തുടക്കം
കോളേജിലെ പ്രണയമൊക്കെ വൈഫിന് അറിയാമോ? അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഒരു അത് hint. വൈഫാണോ? അല്ലല്ല, ഡിഫറെന്റ് ആളാണ്. ആടാണ്. അപ്പൊ ഇതില് കഥയില് അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ്, പിന്നീട് അത് ഒരുപാട് ഇമാജിനേഷനുകളിലൂടെ പോയി ഒരു പുസ്തകമായിട്ട് മാറി. ഇതിപ്പോ പാർട്ട് 1 ആണോ അതെയോ ഇത് മൊത്തം ഉണ്ടോ? ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ ഇതിന്റെ വേറെ ഫ്ലാഷ് ബാക്ക് ഉദ്ദേശിക്കുന്ന പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല. പാർട്ട് 1 ഇപ്പൊ നമ്മുടെ കാന്താരയൊക്കെ പോലെ ബാക്ക് സ്റ്റോറി ആണോ പാർട്ട് 2 എഴുതാൻ ഉദ്ദേശിക്കുന്നത്? ഇതിലിപ്പോ ആ പിക്ചറിലെ ആളുടെ ഒരു സ്റ്റോറി ആയിട്ട് വരും നെക്സ്റ്റ് പാർട്ട്. അപ്പൊ ഇതില് ഈ കാണിച്ചേക്കുന്ന സോൾ ഹണ്ടർ ആ ഒരു ക്യാരക്ടറിന്റെ ഇതെങ്ങനെയാ വന്നത്? പോർട്രേൽ എങ്ങനെയാ വന്നത്? ആദ്യം അത് റിയൽ ലൈഫിൽ നിന്നല്ല, അത് ഞാൻ തന്നെ ഇമാജിനറി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. ഒരു വില്ലനസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ എനിക്കത് കംപ്ലീറ്റ്ലി റിവെഞ്ച്ഫുൾ വില്ലൻ ആവാണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് ഒരു ഹ്യൂമൻ ആയിട്ട് ഇച്ചിരി സിമ്പതിയൊക്കെ ആക്കും കൊടുക്കുന്നത്. ഇമോഷണൽ ആൻഡ് സിമ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു വില്ലൻ അല്ലേ? അല്ല, അത് നല്ലൊരു കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, ആൾക്കാരിലേക്ക് കൂടുതൽ എത്താനായിട്ട് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. എന്നെ ലാസ്റ്റിൽ പറയുന്നത് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ. കൊള്ളാം. പിന്നെ ഈ ബാക്ക് സൈഡ് ഓഫ് ദി ബുക്ക് ഇതിൽ കാണിച്ചേക്കുന്ന 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെന്താണ് ഈ സ്റ്റോറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ആക്ച്വലി 2 കണക്ടറാണ്, ഫ്രണ്ടും ബാക്കും. ഫ്രണ്ടിലുള്ള ആൾ തന്നെയാണ് ബാക്കിൽ നിൽക്കുന്ന ആ ഫാദർ ക്യാരക്ടർ. സർപ്രൈസ് ആണോ? പൊട്ടിച്ചോ? ഇല്ല, കഥയിലുള്ള അറിയാം, തുടക്കം മുതലേ വായിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നതാണോ? അതിനകത്ത് പറയുന്നുണ്ട്. അത് പ്രശ്നമില്ല. അയാളുടെ സ്റ്റോറിയാണത്, അയാളുടെ ലൈഫാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രായമായിട്ട് ഇതിൽ കാണിച്ചേക്കുന്ന ആളുടെ ഇത് 2050-ലാണ്, പ്രസന്റിലാണല്ലേ? അല്ലല്ല, ഇത് ശരിക്കും ഒരു 200-300 ഇയേഴ്സ് ബാക്കാണ്. ഇയാളിപ്പോൾ വന്നിട്ട് എർത്തിൽ വന്നിട്ട് ഇപ്പോൾ കുറേ ഒരു ഡീക്കേഡ്സ് അല്ല സെഞ്ചുറീസ് ആയിട്ടുണ്ട്. അയാളുടെ പ്രസന്റ് ഫോമാണ് ഇത്. ഇതൊരു നോർമൽ ഹ്യൂമൻ ലൈഫിന്റെ ടൈം ലൈൻ അല്ല, ടോട്ടലി ഔട്ട് ഓഫ് ദ വേൾഡ്. കാരണം ഇവര് ഔട്ട് ഓഫ് ദ വേൾഡ് ആണ്. ഏലിയൻസ് എന്ന് പറയാം, പക്ഷേ മറ്റേ ബ്ലൂയിഷ് ഗ്രീൻ ഹ്യൂമനോയിഡ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ ഒരു ഹ്യൂമൻ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുള്ള ഏലിയൻസ്. കൊള്ളാം. ഇത് ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിൽ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വളരെ, അല്ലെ നോവലുകൾ വളരെ കുറവായിട്ടാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ശ്രമവും നല്ലൊരു ഇതാണ്. ഫസ്റ്റ് ഇതാണല്ലേ? ഇതിനു മുമ്പ് ചെറിയ സ്റ്റോറികളോ അല്ലെങ്കിൽ കൂടുതൽ കഥകളോ ഒക്കെ എഴുതാറുണ്ടോ? ചെറുതായിട്ട് സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഒരു ഹൊറർ, ഒരു ഗോസ്റ്റ് ടൈപ്പാണ്. പിന്നെ വേറൊരെണ്ണം കുട്ടികളുടെ സ്റ്റോറി പോലത്തെ ഇച്ചിരി അഡ്വഞ്ചർ ആയിട്ടുള്ളത്. അത് രണ്ടും ഓൺലൈനിൽ ഞാൻ ഫ്രീ ആയിട്ട് വിഷ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് ഒരു ആക്ച്വൽ ബുക്കിലോട്ട് കൺവേർട്ട് ചെയ്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആ ബുക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾക്ക് അറിയാനായിട്ട് ചെറിയൊരു താല്പര്യമുണ്ട്. ഒരു നോവൽ നമ്മൾ പേപ്പറിൽ എഴുതുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ എഴുതി റെക്കോർഡ് ചെയ്യുന്നു, അല്ലെ ഓൺലൈനിൽ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ നിന്ന് ഇത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊന്ന് പറയാം? ഞാൻ ആദ്യം ഫോണിലാണ് എഴുതാൻ തുടങ്ങിയത്. ഫോണിൽ എഴുതാൻ തുടങ്ങി. പിന്നെ അത് നോക്കിയപ്പോൾ ഇത് ഫോണിൽ ഒതുങ്ങില്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കാൻ തുടങ്ങി. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണിത് ഡോക്യുമെൻ്റ് ആയിട്ട് എഴുതിയത്. ദെൻ പിന്നെ എന്താണെന്ന് വെച്ചപ്പോൾ ആമസോണിൽ സെൽഫ് പബ്ലിഷ് ചെയ്യാം, സോ അതിലേക്ക് ആഡ് ചെയ്തു. ആമസോണിൽ ഇ ബുക്ക് ആയിട്ടല്ലേ പബ്ലിഷ് ചെയ്യുന്നത്? രണ്ടും അവര് തന്നെ പ്രിന്റ് ചെയ്ത് അയച്ചു തരുമോ നമുക്ക്? അതെ, അതാണ് ഇത്. അവര് ഒരു ഓതേഴ്സ് കോപ്പി അയച്ചു തരും. ഇതിലെ ഈ അനിമേഷൻ അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ഫോട്ടോ AI വെച്ചിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഞാൻ കൊടുത്തപ്പോൾ അത് അവര് ക്രിയേറ്റ് ചെയ്തതാണ്. ChatGPT ആണോ അതോ ജെമിനായി? ChatGPT. അപ്പൊ അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന അതേ ഇതിലേക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരാറുണ്ടോ? ആക്യുറേറ്റ് അല്ല, ഞാനൊരു 5 times റിവിഷൻ ചെയ്തിട്ടാണ് അത് ഒരു ഇമേജ് കറക്റ്റായി കിട്ടിയത്. ആദ്യം അത് കംപ്ലീറ്റ് ഡിഫറെന്റ് വേയിലാണ് പോയത്. പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഒന്നോടെ റീസ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുറെ ട്രയൽസ് ഒരു ഇമേജ് കിട്ടാൻ. ഇതിപ്പോ മലയാളം, കേരളം അല്ലെങ്കിൽ അതുപോലത്തെ ലാൻഡ്സ്കേപ്പിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലേ? കഥയുടെ ഒരു പശ്ചാത്തലം. ഇത് വാഷിങ്ടണുമായിട്ട് ഒത്തിരി കേരളം റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ താങ്കളിപ്പോ വാഷിങ്ടൺ സ്റ്റേറ്റിലായതുകൊണ്ട് ഇവിടെ ഒരു മൂവി ഡയറക്ടറിനെ ഇത് അപ്രോച്ച് ചെയ്ത് ഷെയർ ചെയ്യാനുള്ളൊരു ശ്രമമുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, ഇത്ര നാളായിട്ട് ആലോചിച്ചിട്ടില്ല. അപ്പൊ ഹോളിവുഡൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് ഒത്തിരി ഉണ്ടല്ലോ, വാങ്കൂവർ മുതൽ ലോസ് ആഞ്ചൽസ് വരെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കഥകളൊക്കെ അവർ ഒത്തിരി ചെയ്യുന്നതാണ്. സാധാരണ എൻ്റെ വരുമ്പോ ഞാൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്താലോന്നാണ് ഞാൻ ആലോചിച്ചത്. എന്നിട്ട് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ പോസിബിൾ ആണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് കരുതിയാണ്.
ഇത് യൂഷ്വലി ഞാൻ തന്നെയാണ് എനിക്ക് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യും, എനിക്ക് തന്നെ 3D animation എല്ലാം ഞാൻ തന്നെ ക്രെഡിറ്റ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമാജിൻ ചെയ്ത അല്ലെ വിഷൻ ചെയ്ത അതേ സംഭവം അതേ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അതെ. വിത്ത് എനിക്ക് തോന്നുന്നു പുതിയ ടെക്നോളജി വെച്ചിട്ട് അതൊക്കെ ചെയ്തെടുക്കാനും പറ്റുന്നൊരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ടൈം ഒത്തിരി എടുക്കൂല്ലേ? അതിൽ സമയം എടുക്കും. ഇത് തന്നെ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. അടിപൊളി. 6 കൊല്ലത്തെ. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ആഹാ. ഞാനൊരു കുറച്ച് മാസം സ്പെൻഡ് ചെയ്തു, ദെൻ കുറെ ഗ്യാപ്പ് എടുത്തു, പിന്നെ ഓരോ ഇമാജിനറി ആയിട്ട് കുറച്ച് ഐഡിയാസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ വർക്കും എഡ്യൂക്കേഷനും അതിന്റെ സൈഡിൽ കൂടെ നടന്നപ്പോൾ പിന്നെ ഇതും കുറച്ച് വിട്ടായിരുന്നു. അപ്പൊ ഇത് പുസ്തകം അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകൾ വരുമ്പം വൈഫ് ക്രിട്ടിക്ക് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർ ക്രിട്ടിക്ക് ചെയ്യാൻ ഇരിപ്പുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ക്രിട്ടിക്ക് കേട്ട് കഴിയുമ്പോ എങ്ങനെയാണ് മനസ്സിൽ എന്താണ് തോന്നാറ്? ശരി, 2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇത് വേഗം തീർന്നു പോയി, വായിച്ചത് പെട്ടെന്ന് തീർന്നു പോയി. അവർ 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു എന്നാണ് പറഞ്ഞത്. 2 ദിവസം കൊണ്ട് മൊത്തം വായിച്ചു തീർന്നു. അതെ, ഈ കംപ്ലീറ്റ് സാധനം 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. ഇച്ചിരൂടെ നീട്ടി വലിക്കണം എന്നാണ് പറയുന്നത്. അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതായിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്നേരം എന്നെ ചോദിച്ചു എപ്പോഴാണ് അടുത്തത്, അല്ലെങ്കിൽ അടുത്ത് വരുന്നുണ്ട്, അടുത്ത ഒരു ക്യൂരിയോസിറ്റിക്ക് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു 6 കൊല്ലം കൂടെ നോക്കാം. അല്ലെ, എനിക്ക് തോന്നുന്നു ഇപ്പം ഓൾറെഡി ആ ഒരു സ്റ്റോറിയും ക്യാരക്ടേഴ്സും ഫൗണ്ടേഷൻ ആയ സ്ഥിതിക്ക് ഇനി ചിലപ്പോൾ 6 കൊല്ലം എടുക്കില്ലായിരിക്കും അല്ലെ? ഉണ്ടാവില്ല. ആൻസ്റ്റൈൻ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്രിട്ടിക്സിനെ കുറിച്ചായിരുന്നു. അപ്പൊ ക്രിട്ടിക്സ് വരുന്നതും താങ്കൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. പിന്നെ നമുക്കറിയാനുള്ളത് ട്രെയിലർ കണ്ടു. ട്രെയിലറിന്റെ കൂടെ മ്യൂസിക് ഉണ്ടല്ലോ. അപ്പൊ ഈ മ്യൂസിക് വർക്ക് ഒക്കെ ചെയ്തേക്കുന്ന ആരാണ്? മ്യൂസിക് ഒക്കെ ഞാനല്ല ചെയ്തേക്കുന്നത്, ചെന്നൈ കൊടുത്തതാണ്. ദിലീപ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആള് ഇങ്ങനെ പ്രൊഫഷണലി മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാൻ ആൾക്ക് ടെംപ്ലേറ്റും അതിൻ്റെ ഗൈഡ്സും അതിൻ്റെ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആളത് എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ടു ഹിം. പിന്നെ വോക്കൽ ചെയ്തിരിക്കുന്നത് ഫ്രാൻസ് എന്ന് പറയുന്ന ആളാണ്. പിന്നെ 2 വോക്കൽസ് ഉണ്ട്. പിന്നെ അവസാനം മലയാളം വരുന്നത്, മലയാളം ഞാൻ തന്നെ ചെയ്യാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പാട്ട് ചെയ്യണമെന്നുണ്ട്. ഇതില് ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ടല്ലേ പാട്ട് ചെയ്തേക്കുന്നത്? അതെ. അപ്പൊ ആ ഒരു കോമ്പിനേഷനും അതൊരു മെയിൽ ഫീമെയിൽ 2 പേരും പാടുന്നുണ്ടല്ലോ. അതെ. അത് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്താണോ ഈ സോങ് ചെയ്തേക്കുന്നത്? സോങ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മെയിൻ വില്ലൻ ക്യാരക്ടറിനെ ബേസ്ഡ് ആണ്, അയാളുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ദെൻ ലിറിക്സ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. പിന്നെ മലയാളം ലിറിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനത് ഒരു മലയാളി ആക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ആളാണ് മലയാളത്തിലുള്ള ലിറിക്സ് ഉണ്ടാക്കിയത്. കേരളം മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ചെയ്തെടുക്കാൻ. അതെ, അത് നന്നായി. അത് ഒത്തിരി ആൾക്കാർ ഇൻക്ലൂഡഡ് ആകുമ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ അവരുടെ സ്കില്ലും ഇതും ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലാണല്ലോ. അപ്പൊ ഇങ്ങനെ ഈ മ്യൂസിക് കംപ്ലീറ്റ് ആവാൻ പോകുന്നു, അനിമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, അതിൽ നിന്നൊരു ഫുൾ സ്ട്രെച്ചിലുള്ള ഒരു മൂവി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ഫുള്ളി ഫീച്ചർ ഫിലിം ഒരു 2 hours ആയിരിക്കും. പക്ഷെ അത്ര ഞാൻ ചെയ്യുന്നില്ല. ഷോർട്ട് ഫിലിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഒരു 15 അല്ലെങ്കിൽ 30 minutes ആയിരിക്കും അതിന്റെ ഫസ്റ്റ് പാർട്ടിന് അത്രയാണ് ലെങ്ത് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതില് ബുക്കിലില്ലാത്ത സർപ്രൈസ് എലമെന്റ്സ് എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടോ? അത് പറയുന്നുണ്ട്, ഒരുപാടുണ്ട്. അതെ. അപ്പൊ ബുക്കിലുള്ള അതേ സ്റ്റോറി ആയിക്കൊള്ളുന്നില്ല, വിഷ്വലായിട്ട് വരും, കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഇത് ചിലപ്പം ഉത്തരം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സിൽ നിന്നാണല്ലോ കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്. അപ്പൊ അവരുടെ ഫേസ് കട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സോ ഉണ്ടോ നമ്മുടെ അനിമേഷനിൽ വരുമ്പോ? ഒക്കെ ഫേസ് ഉണ്ടാകത്തില്ല. ഓവറോൾ ഒരു ഫീൽ ഉണ്ടാവും. ഡീറ്റെയിൽസ് പറയണമെന്നില്ല, നമ്മള് ഒരുപാട് ഡീപ്പിലേക്ക് ചോദിക്കുന്നില്ല. എന്തായാലും നന്നായി വരട്ടെ പുസ്തകം. ഇതിപ്പം മേടിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ആമസോണിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലിങ്ക് നമുക്ക് താഴെ വീഡിയോക്ക് താഴെ കൊടുക്കാം. അപ്പം ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കാൻ ഇടയാവട്ടെ. അതുപോലെ ഇതുപോലത്തെ പുസ്തകങ്ങളും കഥകളും ഉള്ളിലുള്ളവർ അത് എഴുതാനായിട്ട് ഇങ്ങനത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ എത്താനും സാധിക്കട്ടെ. ഇതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പം നമ്മുടെ ന്യൂ ഡേ ടിവിയുടെ ക്രിയേറ്റീവ് മൈൻഡ്സ് ഇത്തവണ പങ്കെടുത്ത അല്ലെങ്കിൽ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻസ്റ്റിന്റെ പുസ്തകത്തിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്കിവിടെ കിട്ടി. സെക്കൻഡ് പാർട്ടും അദ്ദേഹം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ വീണ്ടും ഒരു എപ്പിസോഡോടുകൂടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്താണ് ആൻസ്റ്റൈൻ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്കളുടെ മലയാളം ഉണ്ട്, അത് ഇന്ത്യയിലും ഉണ്ട്, ഇവിടെ ഉണ്ട്. 2 ആമസോൺ ഇന്ത്യയിലും ആമസോൺ യുഎസിലും ഉണ്ട്. നാട്ടിൽ എനിക്ക് തോന്നുന്നു, ബിഫോർ വി കൺക്ലൂഡ്,
നാട്ടില് ബുക്ക് സ്റ്റോൾ അല്ലെ DC ബുക്സ് പോലെയുള്ള അവർ ത്രൂ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എത്തിക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ അതൊരു നല്ല നോക്കാം. ഇതായിരിക്കും. ശ്രമിക്കുന്നുണ്ടോ ഓൾറെഡി? ഞാൻ നോഷൻ പ്രസിന് കൊടുത്തായിരുന്നു, അതായിരുന്നു അവിടെ ചെയ്തത്. ശരി. കാരണം എനിക്ക് പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മള് ബാലരമ, അതെ. ബാലഭൂമിയൊക്കെ വായിച്ച് വളരുമ്പോ ഇതുപോലത്തെ ഒത്തിരി കഥകളും ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതിന് ചെറുതായിട്ട് ദാരിദ്ര്യം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും ഡിജിറ്റൽ മീഡിയയിലാണല്ലോ. പക്ഷെ ഈ കോമിക്കോണും ഇങ്ങനത്തെ ഇതൊക്കെ മറ്റു രാജ്യങ്ങളിൽ, കൊറിയ, ജപ്പാൻ, ഇവിടെ വെസ്റ്റേൺ രാജ്യങ്ങളിലും എല്ലായിടത്തും നല്ല രീതിയിൽ പോകുന്നുണ്ട്, വിറ്റു പോകുന്നുണ്ട്. കാരണം ആ സമയത്ത് കുട്ടികളായിരിക്കുമ്പോൾ ക്രിയേറ്റീവായിട്ട് ഒത്തിരി ഇങ്ങനത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നു ഇത് വളരെ റീച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റ് ആണെന്ന് തോന്നുന്നു. എനിത്തിങ് എൽസ് ടു ആഡ്? എന്തെങ്കിലും പറയാനുണ്ടോ പ്രഷർ? Nothing. താങ്ക് യു.